നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. മണലൂർ മനക്കലപ്പാടം മണ്ണിട്ട് നികത്തുന്നതായി ആരോപണം. തകർന്ന സ്നേഹതീരം റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് തൈലം നൽകി മുസ്ലിം ലീഗ് പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. മണലൂർ പഞ്ചായത്ത് 9-ാം വാർഡിലെ മനക്കലപ്പാടം നികത്തുന്നതായി ആരോപണം. പാടത്തിന്റെ വടക്കുഭാഗത്തായി കിണറും അതിനോടനുബന്ധിച്ച് മോട്ടോർ ഷെഡും അനധികൃതമായി നിർമ്മിച്ചിരുന്നു. ഇതിനു ചുറ്റും കൃഷി ആവശ്യത്തിന് എന്ന വ്യാജേന പലപ്പോഴായി മണ്ണിട്ട് നികത്തുന്നതായാണ് ആരോപണം. അനധികൃതമായി നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ പ്രതികരിക്കാത്തത് ഭൂമാഫിയകളുടെ ഭീഷണി മൂലമാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്തെ വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കുന്നതും മഴവെള്ളം സംഭരിക്കുന്നതുമായ പ്രധാന തണ്ണീർത്തടമാണ് മനക്കലപ്പാടം. ഇത് നികന്നുപോയാൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാകുക. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇടപെട്ട് തണ്ണീർത്തടം നികത്തുന്നത് അടിയന്തരമായി തടയണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. തകർന്നു കിടക്കുന്ന സ്നേഹതീരം റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യമായി തൈലം വിതരണം ചെയ്ത മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ജൽജീവൻ മിഷൻ കുടിവെള്ള പൈപ്പിടാനായി പൊളിച്ച റോഡ് പുനർനിർമ്മിക്കാൻ നൽകിയ 6 കോടി രൂപ എന്തു ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് ആവശ്യപ്പെട്ടു. യോഗത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PM അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, VK നാസർ, VV അബ്ദുൾ റസാഖ്, AH നാസർ, KS സുബൈർ, സുലൈമാൻ ഹാജി, A ഹംസ, EH ഖാലിദ് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, രൂക്ഷമായ വെള്ളക്കെട്ട് ഒഴിവാക്കുക, വലപ്പാട് ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്ന് ലഭ്യമാക്കുക, തെരുവ് വിളക്കുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കോതകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ DCC സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, പഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, സുമേഷ് പാനാട്ടിൽ, VA ഫിറോസ്, ANG ജെയ്ക്കോ, CR അറുമുഖൻ, ഡേവിസ് വാൾപുള്ളി എന്നിവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾക്കറിയാം, പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാർട്ടി പറയുന്നത് മാത്രം കേട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്തായി വലപ്പാട് പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. അഴിമതിയാണ് അവരുടെ ഉദ്ദേശം. അത് മുകളിൽ തൊട്ട് എങ്ങനെയാണല്ലോ പിണറായി കാണിക്കുന്നത് തന്നെയാണ് പഞ്ചായത്തും കാണിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് എല്ലാം ഇപ്പോൾ ഭരിക്കുന്നത് CPM ആണ്. ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും എല്ലാം അവർ ഭരിക്കണം. ഭരണവും കേരള ഭരണവും അവർ തന്നെ ഭരിക്കും. നമ്മൾക്കറിയാം, അഴിമതിയുടെ ഉത്തരങ്ങായി മാറുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഈ പഞ്ചായത്തിന് കഴിയാത്ത സ്ഥിതിയാണ്. കോൺഗ്രസ് സമരം ഫലം കണ്ടു. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രം ഇനി മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കണമെന്ന സർക്കാർ ഉത്തരവുണ്ടായിട്ടും നാട്ടിക CHC ഉച്ചയോടെ പൂട്ടിപ്പോക്കുകയാണ് പതിവ്. ഇതിനെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നടത്തിയ കുത്തിയിരിപ്പ് സമരത്തെ തുടർന്ന് പ്രശ്നത്തിന് പരിഹാരമായി. ഉച്ചയ്ക്ക് ശേഷം വരുന്ന രോഗികൾക്ക് CHCയിൽ പ്രവേശിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇവർ ചികിത്സയ്ക്കായി വലിയ പണം മുടക്കി പുറത്തുള്ള സ്വകാര്യ ക്ലിനിക്കുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു. കോൺഗ്രസ് ജനപ്രതിനിധികൾ ഇതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയിൽ പരാതി ഉന്നയിച്ചിട്ടും ഫലമുണ്ടായില്ല. തുടർന്നാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നാട്ടിൽ വ്യാപകമായി പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ
എന്ത് അനീതിയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1 മണി മുതൽ 6 മണി വരെ ഡോക്ടറുടെ സേവനം നിർബന്ധമായും ലഭിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും 57,000 രൂപ ഡോക്ടർക്ക് പ്രതിമാസം നൽകി വരുന്നുണ്ട്. എന്നാൽ 4 മണി തികയുന്നതിന് മുമ്പ് തന്നെ എല്ലാ ദിവസവും ഡോക്ടർ പോവുകയും കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചിടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ 4 മണിക്ക് ശേഷം വരുന്ന പല രോഗികളും ഒരു ആശ്രയവുമില്ലാതെ മറ്റ് ആതുരാലയങ്ങളിലേക്കോ ക്ലിനിക്കുകളിലേക്കോ പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. സമരം മണിക്കൂറുകൾ നീണ്ടപ്പോൾ മെഡിക്കൽ ഓഫീസറും DMOയും സമരക്കാരുമായി സംസാരിക്കുകയും ഇനി മുതൽ 6 മണി വരെ ഡോക്ടറുടെ സേവനത്തോടു കൂടി കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. തുടർന്ന് കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PK നന്ദനൻ, TV ഷൈൻ, പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ്, KR ദാസൻ, മധു അന്തിക്കാട്ട്, രഹന ബിനേഷ്, റാനിഷ് K രാമൻ, UK കുട്ടൻ, PK അബു, കൃഷ്ണകുമാർ എന്നിവർ കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി. കടിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാഥേയം പദ്ധതി തൃശൂർ റൗണ്ടിലും പരിസരത്തുമായി നടപ്പിലാക്കി. 145 പൊതിച്ചോറുകൾ വോളണ്ടിയേഴ്സ് ശേഖരിച്ച് നൽകി. സ്കൂളിലെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC അംഗങ്ങൾ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ജയലക്ഷ്മി ടീച്ചർ, ഷീബ ടീച്ചർ, HM ബീന ടീച്ചർ, സ്കൂൾ PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2,750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation,
ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്ന് സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. അന്തിക്കാട് പാൽ വിതരണ സഹകരണ സംഘത്തിലെ വാഴകൃഷി വിളവെടുപ്പുത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷനായ യോഗത്തിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ മുഖ്യാതിഥിയായും, അന്തിക്കാട് ബ്ലോക്ക് ഫാം ഡയറി ഇൻസ്പെക്ടർ അനൂപ്, അന്തിക്കാട് കൃഷി ഓഫീസർ KS ശ്വേത, സംഘം വൈസ് പ്രസിഡന്റ് VD ജയപ്രകാശ്, സംഘം സെക്രട്ടറി AM ഗായത്രി എന്നിവർ സംസാരിച്ചു. നിരവധി കർഷകർ, വ്യാപാരി വ്യവസായികൾ, ഓട്ടോ തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃകാപരമായ രീതിയിലാണ് ഏതാണ്ട് 10-60ഓളം വരുന്ന നേന്ത്രവാഴ കൃഷിയാണ്. നമുക്കെല്ലാവർക്കും ഭയമാണ്. നേന്ത്രവാഴ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് നേന്ത്രവാഴ വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഒരു പരുവം ഉയരം വരുമ്പോൾ പിണ്ടിക്കേട് വന്ന് അത് ഒടിഞ്ഞു വീഴാറുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായ രീതിയിലുള്ളൊരു പരിചരണം ഈ കൃഷിക്ക്, വാഴക്കൃഷിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചതിൻ്റെ കൂടി റിസൾട്ടാണ് ഇവിടെ ഇത്രയും മനോഹരമായ രീതിയിൽ ഈ വാഴക്കൃഷി, ഇവിടെ നേന്ത്രവാഴക്കൃഷി വന്നിട്ടുള്ളത്. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ കള്ളക്കേസ് എടുത്തതിനെതിരെ മണലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട്, ഷൈജു ഇയാനി, മണലൂർ മണ്ഡലം കർഷക മോർച്ച പ്രസിഡന്റ് അനിൽകുമാർ, മണലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോപി മണലൂർ, പഞ്ചായത്ത് സെക്രട്ടറി ബിജിലാൽ, മണലൂർ മണ്ഡലം ട്രഷറർ ബിനോജ്, മോഹനൻ, ഷൈൻ എന്നിവർ പങ്കെടുത്തു. സർക്കാർ ഓഫീസുകളിൽ ഇനി UPI വഴിയും പണം നൽകാനാകും. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI മാർഗങ്ങളിലൂടെ സർക്കാർ വകുപ്പുകൾക്ക് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാമെന്ന് ധനമന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. ഇതിനായി സർക്കാർ ഓഫീസുകളിൽ QR കോഡ് പ്രദർശിപ്പിക്കാം. സ്വീകരിക്കുന്ന പണം ട്രഷറിയിൽ എത്തിക്കാനുള്ള സാങ്കേതിക ക്രമീകരണം വകുപ്പുകൾ ഒരുക്കണം. 2018 ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പല വകുപ്പുകളും ഇപ്പോഴും പണമായാണ് ഫീസുകളും മറ്റും സ്വീകരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലൂർ മനക്കലപ്പാടം മണ്ണിട്ട് നികത്തുന്നതായി ആരോപണം. തകർന്ന സ്നേഹതീരം റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് തൈലം നൽകി മുസ്ലിം ലീഗ് പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.